ആദ്യം വെച്ചാൽ ഈ ഫസൽ വധക്കേസിലെ തൊണ്ടി മുതലായ തൂവാല തിരികെ കിട്ടിയിട്ടുണ്ട്. തൂവാല കോടതിയിൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം CJM കോടതിയിൽ നിന്നും തന്നെ തൂവാല തിരികെ ലഭിച്ചതായി അഭിഭാഷകരെ അറിയിച്ചു. തൊണ്ടി മുതൽ കാണാതായതിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് തിരികെ ലഭിച്ചത്. ഷപ്ന ലീഗൽ ഡെസ്കിൽ നിന്ന് ചേർന്നുണ്ട്. ഷപ്ന, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കൊച്ചി CBI കോടതി ഈ തൂവാല കാണാതായ സംഭവത്തിൽ റിപ്പോർട്ടൊക്കെ തേടിയ ഒരു പശ്ചാത്തലത്തിൽ തൊണ്ടി തിരികെ കിട്ടിയിട്ടുണ്ട്. സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ ഫസൽ വധക്കേസിന്റെ നിർണായക തെളിവായ ഈ തൊണ്ടി മുതൽ തിരികെ ലഭിച്ചു എന്ന അഭിഭാഷകരെ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് അറിയിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഈ തുവാലയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നതാണ്. 2006 തലശ്ശേരിയിലെ NDF പ്രവർത്തകനായ ഫസൽ കൊല്ലപ്പെടുന്നത്. ഫസലിനെ കൊലപ്പെടുത്തിയത് CPM പ്രവർത്തകരാണ് ഇതിലെ പ്രതികൾ. അതിനുശേഷം RSS പ്രവർത്തകരാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് വരുത്തി തീർക്കുന്നതിന്റെ ഭാഗമായി ഈ രക്തം പുരണ്ട തൂവാല RSS കേന്ദ്രത്തിനടുത്ത് കൊണ്ടുപോയി ഇട്ടു എന്നതായിരുന്നു ഇതിൽ വിവാദമായത്. ഈ തൂവാലയാണ് CBI അന്വേഷണത്തിൽ കണ്ടെത്തുകയും പിന്നീട് അത് തൊണ്ടി മുതലായി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ഇതിനിടെ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കുന്നതിനിടെ തൊണ്ടി മുതൽ നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ വാർത്തകൾ വന്നിരുന്നു. അതിനുശേഷം ഇത് സംബന്ധിച്ച് എറണാകുളം CJM അന്വേഷണം ആരംഭിച്ചു. ഈ അന്വേഷണം നടക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഈ തൂവാല തിരികെ ലഭിച്ചു എന്ന് പറയുന്നത്. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൂവാല എലി കരണ്ടു എന്നായിരുന്നു ഇതിന്റെ കവറിന്റെ പുറത്ത് എഴുതിയിരുന്നത്. സീൽ വെച്ച കവറിലായിരുന്നു ഈ തൂവാല സൂക്ഷിച്ചിരുന്നത്. അത് എലി കരണ്ടുകൊണ്ട് പോയി എന്ന് എഴുതി വെക്കുകയും പിന്നീട് ഇപ്പോൾ ഏതായാലും തിരികെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കേസിന്റെ വിചാരണ ഇപ്പോഴും തുടരുകയാണ്. കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ കേസിലെ പ്രതികൾ. ഏതായാലും ഇതിലെ നിർണായകമായ തൊണ്ടി മുതലായ തുവാല തിരികെ ലഭിച്ചിരിക്കുന്നു. ഓക്കെ, ശരി ഷപ്ന. അങ്ങനെ